ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ വന്നു. ഇപ്പോൾ ചേച്ചി കുറച്ച് താമസിച്ചേ വരുള്ളൂ. അതുകൊണ്ട് പനിയാണ്. ഞാനായിരുന്നു താമസിച്ചില്ല, എന്നാലും ചേച്ചിക്കൊപ്പം വരുമായിരുന്നു. അപ്പോൾ ഇച്ചിരി കുറവുണ്ടാവുന്നുണ്ട്. ഇച്ചിരി എല്ലാവരും നല്ലതായിട്ട് കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പോന്നു. ഇനി നമുക്ക് ഇന്നിവിടെ ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം ജോലിയൊക്കെ തുടങ്ങട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി കൂട്ടുകാരെ. തപ്പുവേ, തപ്പു മോനെ, മാക്രി ഇങ്ങോട്ട് നോക്കടാ. അമ്മയുടെ പൊന്നെ, ഇതെന്ത് കണ്ണിലൊക്കെ ഇരിക്കുന്നേ? കുച്ചുണ്ടായോ? ഇത്ര ദിവസമാണോ കുളിച്ചിട്ട്? ഇങ്ങോട്ട് നോക്കടാ. പൊട്ടെന്തിയേ കുഞ്ഞിന് പൊട്ട് വന്ന പൊട്ടെന്തിയേ? അനുസരണ ഇല്ലാത്തത്. ഒരാൾ ഇവിടുന്ന് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്ന് തിന്നാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് ഇങ്ങനെ കറുമുറ എന്നുള്ള സാധനങ്ങൾ ഇത് ഇപ്പോൾ അച്ചപ്പം എടുത്തത് പൊടിച്ചിട്ട് കൊടുത്തതാണ്. അപ്പം അവന് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മതി. വലിയ അവന് അതൊന്നും വേണ്ട. അവനിങ്ങനെ ക്യാറ്റ് ഫുഡൊക്കെ തിന്നുന്നതാണ് അവനിഷ്ടം. എന്താ അവനത് മതി. കവറിൽ പാക്കറ്റ് മേടിച്ചിട്ടേ ഡപ്പയിലിട്ട് വെച്ചതാണ്. പക്ഷെ കൊച്ചവനത് കഴിക്കത്തില്ല കേട്ടോ. ഇവനതൊന്നും ഇഷ്ടമല്ല. അവനിങ്ങനെ കറുമുറ എന്നുള്ള സാധനങ്ങളൊക്കെ അവന് വേണം. ഞാൻ ഇറങ്ങിക്കേ അങ്ങോട്ട്. രണ്ടുപേരും കട്ടിലേലും എല്ലാവരുടെ സ്ഥലം പിടിച്ച് ഇരിക്കുക. എനിക്ക് കയറിപ്പോവാ. എനിക്ക് എൻ്റെ കപ്പൊക്കെ താഴെയിട്ട് പൊട്ടിക്കരുത്, പൊയ്ക്കണം പറഞ്ഞേക്കാം. വലിയ അവനാണെങ്കിൽ രാവിലെ ഏട്ടൻ തെളിയുന്നുണ്ട്, ഏട്ടനെ വിളിച്ചിരിക്കും അത് കൊടുക്കാനൊക്കെ കൊണ്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവന് സമാധാനമാകത്തുള്ളൂ. എൻ്റെ കുഞ്ഞ് അച്ചപ്പത്തിൻ്റെ പൊടിയൊക്കെ പോയി നുള്ളിപ്പറക്കി തിന്നുന്നടി. നീയൊക്കെ കഴുകി ഇട്ടേക്കുന്ന കണ്ടോ കൂട്ടുകാരെ? ഉണങ്ങാൻ നമുക്ക് സ്ഥലമില്ല. ഏണിയാന്നേ പെരയുടെ മുകളിൽ കയറുന്ന ഏണിയാ. അതിലൊക്കെ വരി ഇട്ടേക്കുവാ. പിന്നെ ഇത് വെല്ലിമരുമ്മയുടെ ഉടുപ്പൊക്കെ കഴുകിയത് ഞാൻ ഇവിടെയൊക്കെ കൊണ്ടിട്ടു. അല്ലാതെ ജനലിൻ്റെ കമ്പിയിലും ഒക്കെ ഇട്ടു. അല്ലാതെ ഇവിടെ ഇട്ട് ഉണക്കാനൊക്കെ ഉണ്ടോണ്ടായി മഴയും പിടിച്ച്. പിന്നെ കഴിഞ്ഞ ദിവസം ചക്കിമോള് വന്നപ്പം അവിടെ ആണ് ഈ വെള്ളത്തുണി, ഈ പച്ച നിക്കറ്, പിന്നെ ഇതൊക്കെ ഇവിടെ അപ്പൂപ്പൻ മേടിച്ച് വെച്ചിരുന്നായിരുന്നു. പിന്നെ അവരുടെ വല്യമ്മ മേടിച്ചത് ഉണ്ടായിരുന്നു. അത് പക്ഷെ എന്ത് ചെയ്യുന്ന കഴുകിയില്ലായിരിക്കും, എടുത്ത് കാണത്തില്ല. പിന്നെ കുഞ്ഞിൻ്റെ കിച്ചുമോൻ്റെ കിടക്കുന്ന ബാക്കി തുണി അതൊക്കെ കൊണ്ടുവന്ന് ജനലിലോട്ട് കൊണ്ടങ്ങിട്ടു ഉണക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ മോന് വരച്ചതാണ് ഈ വണ്ടി. എന്നെല്ലാം പടമൊക്കെ വരയ്ക്കുമെന്ന്. അങ്ങനെ നല്ലതായിട്ടാണെന്നൊന്നും നമുക്കറിയില്ല, കാരണം നമുക്കതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇയാൾ വരച്ച് വെച്ചതാണിത്. കൊള്ളാമോ കൂട്ടുകാരെ? ഈ ഫോട്ടോ ഉണ്ടോ? ഇതാരാണെന്ന് പറയാമോ? പറയണം, കമൻ്റ് ഇടണേ. ഫോട്ടോയിലുള്ളത് ആരാണ്? അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞാൽ 3 മണിയൊക്കെ ആയപ്പം വന്നായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ ചാർജില്ലായിരുന്നു. രാവിലെ ചാർജില്ലായിരുന്നു ഫോണിൽ. പിന്നെ കുറച്ച് ചാർജ് ഉള്ളായിരുന്നു. അത് ഞാൻ അവിടെ ചെന്ന് 2 വീഡിയോ ഒക്കെ എടുത്തപ്പോൾ തീർന്നു. പിന്നെ 20% എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു, മഴയൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കറണ്ട് വന്ന് അങ്ങനെ ഫോൺ കുത്തിയിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ വൈകിട്ട് മഴയായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഏട്ടനെ മോളെ ജോലിക്ക് കൊണ്ടുവിടാൻ പോയി. അവൾക്ക് 7:30 ജോലിക്ക് കയറണം. എന്നിട്ട് ചേട്ടനെ മോളെയും കൊണ്ട് പോയി. ഞാനും രണ്ടാമത്തെ മോനും കുഞ്ഞും കൂടെ ഉണ്ട്. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാർ? വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ എന്നോട് കമൻ്റ് ഇട്ട് പറയണേ. കാരണം നമുക്കും അതൊക്കെ അറിയാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ കുറേ കൂട്ടുകാരുടെ വീഡിയോസൊന്നും എനിക്കങ്ങനെ കിട്ടുന്നില്ല.
നമ്മളത് കാണാതിരുന്നിട്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പനിയായിട്ടൊക്കെ ഇരുന്നപ്പോൾ നമ്മളൊന്നും അങ്ങനെ നോക്കിയില്ലല്ലോ. പനിയായിട്ട് ഞാനങ്ങനെ ഒറ്റയിരിപ്പായിട്ട് അങ്ങനെ പോയൊന്നുമില്ല. നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് സ്കൂളിൽ പോവുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു. എന്നാലും പനിയായിട്ടൊക്കെ ഫോണിനോടൊക്കെ ഒരു മടുപ്പ് തോന്നിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ കാണാതിരുന്നത് കൊണ്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടുകാരെ ഒന്നും വീഡിയോസൊന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല ഇപ്പം. പിന്നെ വേറെ എന്താണ്, അതെ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ പകൽ എടുത്ത് വെക്കണം കൂട്ടുകാരെ, എന്നാലേ വൈകുന്നേരത്തേക്ക് നേരത്തെ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഇന്നലെയൊക്കെ പകൽ നേരത്തെ എടുത്ത് വെച്ചിരുന്നുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാനെ കൊണ്ട് എളുപ്പം ഒത്തു കിട്ടി. ഇന്നത് പറ്റാഞ്ഞുകൊണ്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകളൊക്കെ എടുക്കുന്നത്. കൂട്ടുകാർക്ക് ബോറാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നൊരു ദിവസം കൂട്ടുകാർ ക്ഷമിക്ക്. നമുക്ക് നാളെ നല്ലതെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കാം. കിട്ടണേന്ന് കൂട്ടുകാർ പ്രാർത്ഥിക്കുക, നല്ല കണ്ടന്റും കാര്യങ്ങളും ഒക്കെ കിട്ടണേന്ന്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായാലല്ല കൂട്ടുകാർക്കൊക്കെ ആണെങ്കിലും കാണാനൊരു ഇഷ്ടം വരത്തുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, എനിക്കാണ് ഈ ഫോണിനെ കുറിച്ച് ഇതിൻ്റെ വീഡിയോയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതിൻ്റെ അറിയാവുന്ന കൂട്ടുകാർ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അപ്പോൾ ഇന്ന് എനിക്കൊരു കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി മോണി ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മോണിറ്റേഷൻ ആയോ എന്നായിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ആയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. സത്യം അതാണ്, അറിയില്ല. ഞാൻ ഈ ഫോൺ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. ഫോണിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ വാച്ച് ടൈം നോക്കാനെ കൊണ്ടാണെങ്കിൽ തന്നെ നോക്കുമ്പം ചില സമയത്ത് അത് ഇങ്ങനെ മുന്നോട്ട് കാണിക്കും, ചില സമയത്ത് നോക്കുമ്പോൾ താപ്പോട്ട് കാണിക്കും. ഇനി അത് തന്നെയാണോ എന്ന് നമുക്കറിയില്ല. വാച്ച് ടൈം അത് തന്നെയാണോ എന്നൊന്നും നമുക്കതെങ്ങനെയാണ് നോക്കുന്നത് അറിയത്തില്ല. അപ്പോൾ യൂട്യൂബിലെ വീഡിയോയുടെയൊക്കെ പറയുന്നതനുസരിച്ച് മോളാണ്, ഞാനല്ല, മോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോഴും അവൾക്കും അതങ്ങോട്ട് ശരിയായിട്ട് കറക്റ്റായിട്ട് അവൾക്ക് അറിയുന്നില്ല. കാരണം മൂന്നാമതായിട്ട് വാച്ച് ടൈമും പിന്നെ നമ്മുടെ വ്യൂസും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്തിലെ അത് ചിലതിനകത്ത് നമുക്ക് 3000, അതിന് 3000 അത്രയും വേണമെന്നാണോ, പിന്നെ 3000 ആയെന്നാണോ, പക്ഷെ 4000 വാച്ച് അവർ വേണമെന്നാണല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല കൂട്ടുകാരെ. അറിയാവുന്ന കൂട്ടുകാർ എനിക്കൊന്ന് കമൻറ്റ് ഇട്ട് തരണേ. നമുക്ക് മോണിറ്റേഷൻ ആയിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ആവാനുള്ള ധൃതിയിലൊന്നും ആയിട്ടല്ല കൂട്ടുകാരെ പറയുന്നത്. പിന്നെ നമുക്കറിയില്ലല്ലോ. അറിയാത്തത് കൊണ്ട് നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് പറഞ്ഞു തരുക. പിന്നെന്താണ്, എല്ലാം നടക്കുന്ന സമയത്ത് നടക്കും എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നമ്മളെ കൊണ്ട് പറ്റാത്തത് നമുക്ക് അങ്ങനെയല്ല ആഗ്രഹിക്കാൻ പറ്റൂ. പറ്റുന്നതാണെങ്കിൽ മാത്രമല്ല നമുക്കിപ്പം വേണമെന്നുള്ളത് നമ്മളിപ്പോൾ ഒന്ന് തീരുമാനിക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ കൂട്ടുകാരെനിക്ക് കമൻറ്റ് ഇട്ട് തരണം കേട്ടോ. കമൻറ്റിലൂടെ എനിക്ക് പറഞ്ഞു തരണം എങ്ങനെയാണെന്ന്. പിന്നെ വേറൊരു കൂട്ടുകാർ എനിക്ക് ഫോൺ നമ്പർ വീഡിയോയിലെങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും ഫോൺ നമ്പർ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല അതിൻ്റെ എങ്ങനെയാണെന്ന്. അപ്പോൾ എന്താ ഇതാണെന്നറിയാത്തടത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. എന്നെ അറിയാവുന്ന കൂട്ടുകാർ എനിക്കൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടതാണ്. അപ്പം ഞാൻ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമ്പർ നമ്മളങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾക്കങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അത് കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ, ഫാമിലിയായിട്ട് താമസിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് എപ്പോഴും വിളിക്കാനും പറയാനും ഒന്നുമുള്ള സമയങ്ങളും കാര്യങ്ങളും എപ്പോഴും ഒത്തൊന്നും വരത്തില്ല. എനിക്കെന്നല്ല, എല്ലാവർക്കും ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പം അപ്പം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതുകൊണ്ട് നമ്പരൊന്നും വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ ആർക്കും കൊടുക്കില്ല എന്നൊന്നുമല്ല. നമുക്കൊരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കും. ഞാൻ കൊടുത്തിട്ടുമുണ്ട്, ഇല്ലെന്നല്ല, കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷേ ഒന്ന് രണ്ട് വട്ടം എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ, പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാവരും വിളിക്കണം എന്നൊന്നുമില്ല. പിന്നെന്താ, ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ നമ്പർ വാങ്ങി, പിന്നെ വിളിയും പറച്ചിലും ഒക്കെ അങ്ങ് കുറയും. അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു ഇത്, നമുക്കിങ്ങനെയൊക്കെ മതി. പിന്നെ നേരിൽ വന്ന് കാണുമ്പോൾ കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ നമ്പർ തരാം. അപ്പോൾ എൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീട്ടിൽ വരണം. എന്നുവെച്ചാൽ നമ്മൾ വേറെ ഇതും കൊണ്ടൊന്നുമല്ല പറയുന്നത് കേട്ടോ, അഹങ്കാരിയായിട്ടൊന്നും പറയുന്നൊന്നുമല്ല, അങ്ങനൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീടറിയെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ട്
അതാകുമ്പോൾ നമ്മളൊരു പബ്ലിക്കായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാട്ടോ, പേടി കൊണ്ട് നമുക്ക് വയ്യ. അതുകൊണ്ടാണേ വയസ്സാം കാലത്ത് എന്തിനാ ഒരു അല്ലേ അത് വിചാരിച്ചിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് നമ്പരിടും. ആരാ വിളിക്കുന്നത്, ആരാ പറയുന്നതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാ കൂട്ടുകാരെ. പിന്നെ വേറെ എന്താണ്, അതെ എൻ്റെ വീഡിയോയിൽ കുറേ ദിവസമായി വന്നിട്ട് രാവിലെ ഇവിടുന്ന് മുങ്ങും, അവൻ്റെ അമ്മയുടെ അച്ഛൻ വന്ന് ഇവനെ കൊണ്ടുപോകും, പിന്നെ അവന് വൈകിട്ട് അവനെ കൊണ്ടുവിടും. പിന്നെ അവന് വീഡിയോയിലും കാര്യത്തിലൊന്നും അവനിപ്പം വരുന്നില്ല. മറ്റേ എപ്പോഴും ഓടി ഓടി വന്നുകൊണ്ടിരുന്നവനാണ്. അതെ, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് പറ. അങ്ങോട്ട് നോക്കി പറ, അമ്മൂമ്മ നോക്കാതെ. ഞങ്ങളുടെ വീട്ടിൽ വന്നാ കാപ്പി തരാന്ന് പറ. ഞങ്ങളുടെ വീട്ടിൽ വന്നാ കാപ്പി തരാം. ടാറ്റാ വേണ്ടേ? അവന് ഞാൻ അപ്പുറത്ത് അവനും അവൻ്റെ കൊച്ചനോട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആപ്പിൾ കഷ്ണിച്ച് കൊടുത്തായിരുന്നു. പനിയായിരുന്നപ്പോൾ എനിക്ക് വായിക്കൊന്നും രുചിയില്ലായിരുന്നല്ലോ കൂട്ടുകാരെ. അന്നേരം ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് തന്നെയല്ല മരുന്നുകളെ, അപ്പോൾ അതുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അത് ഞാൻ പിന്നെ കുഞ്ഞിന് കൊടുത്തു. നമ്മുടെ തീറ്റയെ കണക്കാ കുഞ്ഞിന് ചുറ്റി കൊടുത്തു. കുഞ്ഞ് അവിടെ തിന്നു. അപ്പനും കൊച്ചപ്പനും കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അന്നേരം അവനിപ്പോൾ അതുകൊണ്ട് വന്നു. അവന് തിന്ന് മതിയായെന്ന് തോന്നുന്നു. ഞാൻ കഷ്ണിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ എന്താണ്? പിന്നെ ഇന്നലെ എൻ്റെ മൂത്ത മോനും മരുമോളും കടയിൽ പോയിട്ട് വന്നപ്പം അവർക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത് എനിക്കും ഒരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ചെറുതാണ്. ഞാൻ ഇന്നത് മാറാനെക്കൊണ്ട് പോയേക്കുക. മാറിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ രാവിലെ പണിക്ക് പോയപ്പോൾ മോൻ്റെ ബാഗിനകത്തിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവരുമ്പോൾ കൂട്ടുകാരെ വീഡിയോ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. ഞാൻ അത് അങ്ങനെ വീഡിയോ ഇടാൻ താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാൽ നമുക്ക് ചവയ്ക്കാൻ പറ്റില്ലല്ലോ. മേളത്തേം പല്ലെടുത്താൽ താഴത്തേം പല്ലെടുത്താൽ ഇന്നിവിടെ ഉള്ളൂ. അത് മൊത്തം പൊത്താം. വീടരുത് തന്നെ. കൂട്ടുകാരൊക്കെ ചോറ് കഴിച്ചോന്ന് ചോദിച്ചേ. കൂട്ടുകാരെല്ലാം ചോറ് കഴിച്ചോ? എന്തുകൊണ്ട് വിശേഷം? എല്ലാരും സുഖമാണോ? എല്ലാരും സുഖമായിട്ട് ഇരിക്കണം കേട്ടാ. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയെല്ലാം ഉണ്ടോ? ഇവിടെ ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു. കുഞ്ഞ് സ്കൂളിൽ പോയപ്പോ അമ്മൂക്കളും കൂടെ സ്കൂളിൽ പോയപ്പോ പാട്ട് പാടി, കഥ പറഞ്ഞു. കഥ പറഞ്ഞു. പിന്നെ വേറെ എന്താ പറഞ്ഞു? പിന്നെ വേറെ അത്രേ ഉള്ളായിരുന്നോ? അപ്പൊ കുഞ്ഞിപ്പോ എത്രല്ല പഠിക്കുന്നത്? ഞാൻ 1ാം ക്ലാസ്സില്. കുഞ്ഞിന്റെ അച്ഛന്റെ പേരെന്തുവാ? അഭിചാച്ചി. അഭിലാഷ് എന്നാണേ കൂട്ടുകാരെ. അതാണ് അഭിചാച്ചി ആയത്. അമ്മയുടെ പേര്? ആതിര. പിന്നെ മോന്റെ പേര്? അഭിനിത്. വീട്ടിൽ വിളിക്കുന്ന പേരെന്തുവാ? കിച്ചു. ഞങ്ങളുടെ കിച്ചുക്കുട്ടൻ. മതി. അയ്യോ ആണോ? പിന്നെ സ്കൂളിൽ വേറെ വിശേഷങ്ങളൊക്കെ എന്തോ ഉണ്ടായിരുന്നു? ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മോന്റെ കൂട്ടുകാരികളുടെ പേര് പറഞ്ഞേ. നിങ്ങൾ 3 പേരേ ഉള്ളോ? ലാമിയയും ദിയ. കുഞ്ഞിന് ഗേൾ ഫ്രണ്ട് ആണേ കൂടുതല്. കുഞ്ഞിന് ഒരു ലാമിയ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പിന്നെ ദിയ എന്ന് പറഞ്ഞിട്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പിന്നെ കുഞ്ഞ്. അത് ഇത്ര വരെ ഉള്ളൂ കൂട്ടുകാരായിട്ട്. കുഞ്ഞിനങ്ങനെ ഒത്തിരി കൂട്ടൊന്നും ഇല്ല. ഒത്തിരി കൂട്ടുണ്ടോ? എന്നിട്ട് അവരുടെയൊക്കെ പറഞ്ഞേ ബോയ് ഇല്ലേ കൂട്ടുകാര്?
അറിഞ്ഞേടി. എന്തുവാ ബോയ് ഇല്ലേ, ഗേള് മാത്രമേ ഉള്ളോ? മാത്രമല്ലേ ഉള്ളോ? ഒരു ആദ്യമുണ്ട് പറഞ്ഞാ കേക്കത്തില്ല. ആരാ? ഒരു ആദ്യമുണ്ട് ആദിയോ? ആ അത് ശരിയാണ് കുഞ്ഞു പറഞ്ഞത്. അവന്റെ പേരെന്തോ? ആദികേശോ? ആദ്യമുണ്ട് ഒരു ആദ്യം. അവര് ഭയങ്കര ആദ്യത്തുവാ. ആന്നോ? എൻ്റെ കുഞ്ഞ് സ്കൂളിൽ ചെന്ന ഭയങ്കര സൈലന്റ് കുട്ടനാണ്. അപ്പം വേറെ പിള്ളേരൊക്കെ ആൺപിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും പിടിച്ച് തട്ടും തള്ളിയിടിയിലും ഒക്കെ ആണല്ലോ. അപ്പം അത് കാരണം കുഞ്ഞ് അവരുമായിട്ടൊന്നും കൂട്ടില്ല. കുഞ്ഞിന് 2 പെൺകുട്ടികളുണ്ട് കൂട്ടുകാർ. അവരുടെ കൂടെ പാട്ട് പാടി ഡാൻസും കളിച്ച് ഇങ്ങനെ നടക്കും. ആര് പറഞ്ഞു? നിനക്ക് നാണം വന്നോ? അവന്റെ വീഡിയോ, ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കൂട്ടുകാരെ ഞാൻ ഫോണിൽ ഇട്ടിട്ടില്ലായിരുന്നു? ഉണ്ടായിരുന്നു. കുഞ്ഞ് സ്കൂളിലെ പിന്നെ പരിപാടിക്കൊക്കെ കുഞ്ഞ് കൂട്ടുകാർ അടങ്ങിയിരു മോനെ കൂട്ടുകാരോടെ ഡാൻസ് കളിക്കുന്നു. കഥയാന്നോ? ആ അപ്പൊ അതിനകത്തൊക്കെ പെൺകുട്ടികൾ, 2 പെൺകുട്ടികളും എൻ്റെ കുഞ്ഞുങ്ങളാണ്. ചട്ടമ്പി അമ്മമ്മ ക്യൂടെക്സ് അടിച്ച് തന്നെ കാണിച്ചേ. അവന്റെ വയ്യാത്ത കാലേക്ക് ക്യൂടെക്സ് അടിച്ചു കൊടുത്ത് ഞാൻ കണ്ടോ. പിന്നെ കൈ കാണിച്ചേ. ആ കൈയല്ല, അത് നമ്മൾ ചോറ് കഴിക്കും കൈയല്ലേ. കണ്ട സുന്ദരം കൈ ആയല്ല കുഞ്ഞിന്റെ കൈ. മാങ്ങ തിന്നതിന്റെ പാടാ കൂട്ടുകാരെ കുഞ്ഞിന്റെ ചെള്ളക്കൊക്കെ പാട് കിടക്കും. അതിന്റെ കറയാ. നാക്കങ്ങനെ വെക്കാതെ. ആരാ നിന്നെ പിടിക്കുന്നൊന്നുമില്ല, നിന്നെ പിടിക്കാൻ പോയില്ലേ. പിന്നെ എൻ്റെ 2ാമത്തെ പുത്രൻ വന്ന് ചോദിക്കാൻ അവൻ കയറി വന്നപ്പോൾ ഞാൻ വീഡിയോ ഫോൺ നേരെ പിടിച്ചു. എന്നെ വീഡിയോ പിടിക്കുവാണോ എന്ന്. വേണ്ട, നിന്റെ മോൻ നിന്നെ വീഡിയോ പിടിക്കുന്നു. മതി, നിന്റെ കൊച്ചപ്പന് എൻ്റെ ഫോൺ എടുത്തെറിയും. അവന് ഞാൻ വീഡിയോ എടുക്കുക. അടങ്ങിരി മോനെ. അവന് എൻ്റെ 2ാമത്തെ മോന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അവന് ഒരുങ്ങി ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കാവുന്ന നിർബന്ധമാണ്. മൂത്ത മോനും ഏറ്റവും ഇളയ മോനും അതൊന്നും വിഷയമില്ല. എന്നാലും ചെല്ലു ഉടുപ്പിലൊന്നും ഇല്ലായിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചെല്ലുമ്പോൾ അമ്മ അടങ്ങിയിരുമ്മേ, നാണം കേടാമേ എന്ന് പറയും. അപ്പം ഞാൻ പറയാം, അപ്പം അതിനെന്തോ മക്കളെ, നമ്മളല്ലേ. എവിടെ കയറി പോവാടാ? അതോ കയറി പോന്നു. എന്തുവാ അതിൻ്റെ മണ്ടയ്ക്ക്? നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ കൂട്ടാ മോനെ. അമ്മ അങ്ങോട്ട് എണ്ണിക്കിട്ടടി പെണ്ണെ. അയ്യോ കണ്ടോ, നമുക്ക് അടുക്കളയിലെല്ലാം കൂടെ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക പാത്രങ്ങളൊക്കെ. അടുക്കളയിൽ ഷെയ്ഡിൽ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. സമയത്ത് ആ ഷെയ്ഡിലൊക്കെ വിറവായിരുന്നല്ലോ. വിറവിരുന്നോണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, ഈ ഷെയ്ഡ് വൃത്തിയാക്കിയിട്ട് നമുക്ക് പാത്രമൊക്കെ ഇങ്ങ് കൊണ്ടുവെക്കണം. അവിടെ നിന്ന് മാറ്റണം. ഒന്നും നടക്കുന്നില്ല കൂട്ടുകാരെ. ആഗ്രഹങ്ങൾ ആണ്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. മുറ്റത്ത് വെട്ടമിട്ടു. നമ്മളിവിടെ വെച്ച് വിളക്ക് കത്തിച്ചത്. പക്ഷെ ഭയങ്കര കാറ്റാ കൂട്ടുകാരെ. വിളക്ക് കണ്ടോ, കറുത്ത് അണയുകയും ചെയ്യും വിളക്കെളുപ്പൊന്നും. കാണിച്ചു. നമ്മൾ പെരക്കകത്തൊക്കെ വെച്ച് ആദ്യമേ പെരക്കകത്തൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് കത്തിച്ചു. പിന്നെ നമ്മൾ വെളിയിലാക്കി, പിന്നെയും പെരയിലാക്കി, പിന്നെയും വെളിയിലാക്കി. അങ്ങനെ നിൽക്കുക. നമുക്ക് വിളക്ക് കത്തിക്കാൻ ഒരു സൗകര്യം ശരിയാവുന്നില്ല. കാരണം നമ്മളിവിടെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഞങ്ങൾ ആഹാരം എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഇവിടെയാണ്, കയറി വരുന്ന മുറിയില്ല. അപ്പോൾ നമ്മളിപ്പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. അന്നേരം ഞങ്ങൾ ഈ തറയിലിരുന്നൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ ഇവിടെ ഒരു മടി. പിന്നെ വിളക്ക് വെക്കുന്നെന്ന് പറയുമ്പോഴും
കാറ്റ്, ഭയങ്കര കാറ്റാ. വിളക്ക് കത്തി നിൽക്കത്തില്ല, അങ്ങ് എളുപ്പം നനഞ്ഞു പോകും. പടിഞ്ഞാറെന്നുള്ള നല്ല കാറ്റ്. മരക്കാലൊന്നും അങ്ങനെ ഇല്ലല്ലോ വേറെയുള്ള പറമ്പിലൊന്നും, നമ്മുടെ ഈ മാവിലല്ലോ ഉള്ളു. അതുകൊണ്ട് വിളക്ക് വെക്കാനെ കൊണ്ടൊരു സൗകര്യം ശരിയാവുന്നില്ല അങ്ങോട്ട്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഉണ്ട് ഇവിടെ. നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ശരിയാകും. പിന്നെന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കൂട്ടുകാരെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നോട് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ കൂട്ടുകാരെ. ഓ കുഞ്ഞേ, എൻ്റെ നടു വെട്ടും കേട്ടോ. എന്താണ് വിശേഷം? എല്ലാരും സുഖമാണോ? എല്ലാരും കാപ്പി കുടിച്ചോ? നിങ്ങളവിടെ മഴയുണ്ടോ? ഞങ്ങളിവിടെ മഴ കൊലിഞ്ഞ്. ഈ ചെരുപ്പാണ് കൂട്ടുകാരെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് മൂത്ത മോനും. എനിക്ക് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പായിരുന്നു കൂട്ടുകാരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വേറൊരു ഡിസൈനൊക്കെ ആയിരുന്നു. പുറകെ വള്ളി ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ഇച്ചിരി ഹീലും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇത് ഹീല് കുറവാണ്, മറ്റേ ഇച്ചിരി ഹീലും കൂടെ ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. പക്ഷെ അതിലൊന്ന് മാറ്റിയെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ 6-ൻ്റെ അളവില്ല, 5 ഉള്ളൂ. എനിക്ക് ഇന്നലെ കൊണ്ടുവന്നതും 5 അപ്പോൾ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവർ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ഇടണേ. ഇത് എൻ്റെ രണ്ടാമത്തെ മോന് നേരത്തെ ചെരുപ്പ് മേടിക്കാൻ പോയപ്പോൾ, അവനും മോളും കൂടെ ചെരുപ്പ് മേടിക്കാൻ പോയപ്പോൾ രണ്ടാമത്തെ മോന് വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പാണിത്. ഇത് ഞാൻ അങ്ങോട്ട് ഒരു പ്രാവശ്യം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇട്ടില്ലയോ, ഇവിടെ വീട്ടിലൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇട്ട് നോക്കിയതേ ഉള്ളൂ. കാരണം നമ്മൾ വയലായതുകൊണ്ട് ഇതിട്ടുകൊണ്ട് പോകുന്നതിന് മഴയൊക്കെ അല്ലേ. ഇതേപോലെ ഈ വെള്ളക്കല്ലിൻ്റെ തന്നെയാണ് ഇതിന് കറുത്ത കല്ല് വെച്ചിരിക്കുന്നത്, കണ്ട. അപ്പോൾ ഈ ചെരുപ്പ്. പിന്നെ മൂന്നാമത്തെ മോനാണെങ്കിൽ ഇന്നാളെ എനിക്ക് വീട്ടിലിടാനെ കൊണ്ടൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ കൂട്ടുകാർക്ക് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വീട്ടിലിടുന്ന ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഈ ചെരുപ്പാണ് ഞാൻ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇത് മോള് വാങ്ങിച്ചു തരുന്ന ചെരുപ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത്രയും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാനും ഒരു സുഖമുണ്ട്. മറ്റേത് നല്ലത് തന്നെ ഇടാൻ അങ്ങനെ. പക്ഷേ ഇന്നലെ മോൻ വാങ്ങിച്ചു ചെരുപ്പായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ പോയി